ശബരിമല യുവതീ പ്രവേശന വിധിയിലെ പുനഃപരിശോധനയിൽ ഭരണഘടനാ ബെഞ്ചിനെ സഹായിക്കാൻ 2 അമിക്കസ് ക്യൂറിമാർ കെ പരമേശ്വരനൊപ്പം അഡ്വക്കേറ്റ് ശിവം സിംഗിനെയും അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചു. സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിലാണ് വിവരം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, വളരെ സുപ്രധാനമായ ഒരു കേസാണ് ശബരിമല യുവതീ പ്രവേശന വിധി. ഇതിൽ പുനഃപരിശോധനയിൽ ഭരണഘടനാ ബെഞ്ചിനെ സഹായിക്കാൻ 2 അമിക്കസ് ക്യൂറിമാർ, ഒന്ന് കെ പരമേശ്വർ, അതിനൊപ്പം അഡ്വക്കേറ്റ് ശിവം സിംഗ്, 2 പേരെ നിയമിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. നന്ദഗോപൻ, അമിക്കസ് ക്യൂറിമാരായി 2 പേരെ സുപ്രീം കോടതി നിയോഗിക്കുകയാണ്. അതായത് ശബരിമല യുവതീ പ്രവേശന വിധിയിലെ പുനഃപരിശോധനയിൽ ഭരണഘടനാ ബെഞ്ചിനെ സഹായിക്കാനാണ് അമിക്കസ് ക്യൂറിമാർ 2 പേർ, ഒന്ന് കെ പരമേശ്വറും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ശിവം സിംഗും. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, ഈ ശബരിമല വിഷയത്തിൽ വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനും അവർക്ക് അവരുടേതായിട്ടുള്ള വാദമുഖങ്ങൾ വെക്കുമ്പോൾ കോടതിക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കുവാനുമാണ് അമിക്കസ് ക്യൂറിമാരെ നിയമിക്കുന്നത്. അങ്ങനെ നേരത്തെ കെ പരമേശ്വരനെ അമിക്കസ് ക്യൂറിയായി ശബരിമല വിഷയത്തിൽ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ശിവം സിംഗിനെ കൂടി അമിക്കസ് ക്യൂറിയായിട്ട് നിയമിച്ചു. നേരത്തെ ഈ കെ പരമേശ്വരനെ സഹായിക്കുവാൻ വേണ്ടി ഈ ശിവം സിംഗിനെ നിയോഗിച്ചിരുന്നു. എന്നാൽ ഔദ്യോഗികമായി അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ശിവം സിംഗിനെ ഇപ്പോൾ ഈ അമിക്കസ് ക്യൂറിയായി നിയമിച്ചുകൊണ്ട് ഉത്തരവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, വളരെ പ്രഗത്ഭനായ അഭിഭാഷകനാണ്, വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകനാണ് ശിവം സിംഗ്. അദ്ദേഹം വളരെ ഏറെ നാളായി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. ഈ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ കെ പരമേശ്വരൻ്റെ പങ്ക് പോലെ തന്നെ അല്ലെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള പങ്ക് തന്നെ സ്വാഭാവികമായും ഇനിയിപ്പോൾ ശിവം സിംഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. അതായത് കോടതിയുടെ ഭാഗത്തു അല്ലെങ്കിൽ കോടതിക്ക് സംശയമുള്ള അല്ലെങ്കിൽ സംശയ നിവാരണങ്ങൾ അല്ലെങ്കിൽ കോടതിക്ക് വസ്തുതകൾ ബോധ്യപ്പെടുത്തുക തുടങ്ങിയ കർത്തവ്യങ്ങൾ ഇനി ശിവം സിംഗ് കൂടി നിർവഹിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും ശബരിമല വിഷയത്തിൽ ഇപ്പോൾ 2ാമത് ഒരു അമിക്കസ് ക്യൂറിയെ കൂടി സുപ്രീം കോടതി നിയമിച്ചിരിക്കുകയാണ്. വളരെ വ്യക്തമാണ്. ശബരിമല യുവതീ പ്രവേശന കേസുമായി ബന്ധപ്പെട്ട് 2 അമിക്കസ് ക്യൂറിമാരെ സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.